പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സെയിൻസിൻ്റെ 315 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ഫ്രാൻസിസ് കറാസിയോളയ്ക്ക് ശേഷം ഈ ആഴ്ച വിശുദ്ധ ബോണിഫസിനെ കുറിച്ചാണ്. ജർമ്മനിയുടെ ഏറ്റവും വലിയ അപ്പസ്തോലനും മധ്യസ്ഥനുമാകാൻ ദൈവിക അനുഗ്രഹത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ബെനഡിക്റ്റൻ സന്യാസിയായിരുന്നു വിശുദ്ധ ബോണിഫസ്. 716 വിശുദ്ധന്റെ ആദ്യ പ്രേക്ഷിത ദൗത്യം അത്ര കണ്ട് വിജയിച്ചില്ല. 718 രണ്ടാമതായി ശ്രമിക്കും മുമ്പ് വിശുദ്ധൻ റോമിലേക്ക് പോവുകയും പാപ്പായുടെ അംഗീകാരം നേടുകയും ചെയ്തു. ഇതിനിടെ ദിവ്യനായ മെത്രാൻ വില്ലി ബ്രോണ്ടിന്റെ കീഴിൽ വിശുദ്ധൻ ഫ്രീസിയെ മുഴുവനെയും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പരിപൂർണമായി മാറ്റി. 722 നവംബർ 30 ഗ്രിഗറി രണ്ടാമൻ പാപ്പ ബോണിഫസിനെ മെത്രാനായി അഭിഷേകം ചെയ്തു. 724 വിശുദ്ധന്റെ ശ്രദ്ധ ഹെസ്സിയൻ ജനതയ്ക്ക് മേൽ പതിഞ്ഞു. അവരുടെ ഇടയിൽ വിശുദ്ധൻ തന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നവീകരിക്കപ്പെട്ട ആവേശത്തോടുകൂടി തുടർന്നു. ഏതറിനുള്ള ഗെയ്സ്മർ ഗ്രാമത്തിലെ ജനത തോർ എന്ന ദൈവത്തിന്റെ വാസസ്ഥലമായിട്ട് പരിഗണിച്ചിരുന്ന ഒരു വലിയ ഓക്കുമരം വിശുദ്ധൻ വെട്ടിവീഴ്ത്തി. ആ മരം ഉപയോഗിച്ച് ബോണിഫസ് വിശുദ്ധ പത്രോസിന്റെ നാമധേയത്തിൽ ഒരു ദേവാലയം പണിയെഴുപ്പിച്ചു. ഈ ധീരമായ പ്രവൃത്തി ജർമ്മനിയിൽ സുവിശേഷത്തിന്റെ അന്തിമമായ വിജയം ഉറപ്പുവരുത്തുന്നതായിരുന്നു. എന്നാൽ നിന്ദ്യമായ ജീവിതം നയിച്ചിരുന്ന അവിടുത്തെ പുരോഹിത വൃന്ദവും രാജസദസ്സിലെ പുരോഹിതരും നിരന്തരം കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. എന്നിരുന്നാലും വിശുദ്ധൻ തന്റെ പ്രയത്നം നിശബ്ദമായും വിവേകത്തോടെയും കൂടി അഭംഗുരം തുടർന്നു. ദൈവത്തിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വിശുദ്ധൻ തന്റെ പ്രയത്നത്തിന്റെ വിജയത്തിനായി ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുകയും ഇംഗ്ലണ്ടിലെ തന്റെ ആത്മീയ സഹോദരീ സഹോദരന്മാരോട് തന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ ദൈവം തന്റെ ദാസനെ ഉപേക്ഷിച്ചില്ല. എണ്ണമില്ലാത്ത വിധം അനേകർ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. 732 ഗ്രിഗറി മൂന്നാമൻ വിശുദ്ധനെ മെത്രാപ്പോലിത്തയാക്കിക്കൊണ്ട് തിരുവസ്ത്രധാരണത്തിനുള്ള ഉത്തരേയം അയച്ചുകൊടുത്തു. അന്നു മുതൽ വിശുദ്ധ ബോണിഫസ് തന്റെ മുഴുവൻ കഴിവും സമയവും ജർമ്മനിയിലെ സഭയുടെ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചു. കഴിവും യോഗ്യതയുമുള്ള മെത്രാന്മാരെ അദ്ദേഹം നിയമിക്കുകയും രൂപതയുടെ അതിർത്തി നിശ്ചയിക്കുകയും അൽമാരുടെയും പുരോഹിതരുടെയും ആത്മീയ ജീവിതം നവീകരിക്കുകയും ചെയ്തു. 742 747 ഇടയ്ക്ക് വിശുദ്ധൻ ദേശീയ സൂനഹദോസുകൾ വിളിച്ചുകൂട്ടി. 744 ജർമ്മനിയിലെ ആത്മീയ ജീവിതത്തിന്റെ കേന്ദ്രമായി മാറിയ ഫുൾഡ ആശ്രമം വിശുദ്ധ ബോണിഫസ് സ്ഥാപിച്ചു. 745 വിശുദ്ധൻ തന്റെ അതിരൂപതയായി മായൻസിനെ തെരഞ്ഞെടുക്കുകയും 13 രൂപതകൾ അതിൽ അംഗമായി ചേർക്കുകയും ചെയ്തു. ഇതോടുകൂടി ജർമ്മനിയിലെ സഭാ സംവിധാനം പൂർണ്ണമാവുകയായിരുന്നു. വിശുദ്ധന്റെ തിരക്കേറിയ ജീവിതത്തിന്റെ അവസാന നാളുകൾ തന്റെ മുൻഗാമികളെപ്പോലെ സുവിശേഷ പ്രഘോഷങ്ങൾക്കായാണ് അദ്ദേഹം ചെലവഴിച്ചിരുന്നത്. 754 ഫ്രിസിയയിലെ ജനങ്ങൾ വിശ്വാസത്തിൽ നിന്നും അകന്നുപോയതായി ബോണിഫസിന് വിവരം ലഭിച്ചു. തന്റെ 74-ാമത്തെ വയസ്സിൽ യുവത്വത്തിന്റേതായ ഊർജ്ജസ്വലതയോടുകൂടി വിശുദ്ധൻ തൻ ജനങ്ങളെ തിരികെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. എന്നാൽ ആ ദൗത്യം വിശുദ്ധനെ പൂർണ്ണമാക്കുവാൻ കഴിഞ്ഞില്ല. വിശ്വാസ സമൂഹത്തെ ആഴമായ ബോധ്യത്തിലേക്ക് നയിക്കാൻ ഡോക്യുമിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് അപരിഷ്കൃതരായ ഒരു സംഘം അവിശ്വാസികൾ വിശുദ്ധനെ കീഴ്പ്പെടുത്തി വധിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. അഴകുള്ള മുഖങ്ങളെയല്ല എനിക്കിഷ്ടം, ആത്മാർത്ഥതയുള്ള മനസ്സുകളെയാണ്. ഓരോ വേദനയും ഓരോ പാഠങ്ങൾ നൽകുന്നു, ഓരോ പാഠവും ഒരു വ്യക്തിയെ മാറ്റുന്നു. ഏവർക്കും നന്ദി.